Okay, good afternoon. All of you mark the attendance. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും എക്സാം എഴുതിയിട്ടുണ്ട്. വളരെ നന്നായി എക്സാം എഴുതിയിട്ടുണ്ടെന്ന് പറയാനും പറ്റില്ല അല്ലേ? ഓക്കെ, അപ്പോ നമുക്കത് ലാസ്റ്റ് കുറച്ച് പാടെടുത്തതിന് ശേഷം ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ച് ഗ്രാമർ പോർഷൻ എടുത്തിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചിട്ടുണ്ടായിരുന്നോ? നമ്മുടെ എക്സാമിന് ആ ഗ്രാമർ പോർഷൻ നമ്മൾ എടുത്ത ഭാഗം വരെയുള്ളത് വരൂ കേട്ടോ. നിങ്ങൾ അത് ഏറ്റവും പുറകിലായതുകൊണ്ട് ശ്രദ്ധിക്കാതിരിക്കരുത്, പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ആ ഗ്രാമർ തന്നെ കുറച്ച് മുന്നോട്ട് പോവാ. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ഒരു പാഠമുണ്ട് പകുതി ആക്കി വെച്ച് അതെടുക്കാനുണ്ട്. നമുക്ക് എക്സാം ആണ് അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ വരും, ഒക്ടോബർ ഫസ്റ്റ് വീക്കില്. അപ്പൊ എന്ത് ചെയ്യുക മക്കളെല്ലാവരും നല്ലതുപോലെ പഠിക്കുക. പഠിക്കുന്ന കൂടുതൽ ആ ഗ്രാമ പോർഷൻ കൂടെ നമ്മുടെ എടുത്ത ഭാഗം വരെ ഉള്ളത് കംപ്ലീറ്റ് പഠിക്കണം കേട്ടോ. കുറച്ച് നമുക്ക് ഏകദേശം ഹാഫ് ആണ് ആവേണ്ടത്. ടോട്ടല് നമുക്ക് 18 ഉണ്ട് ലെസൺസ്, 18 ലെസൺസ് ഉണ്ട്. അപ്പൊ ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് 9 പാടെങ്കിലും ഫിനിഷ് ആവണം അല്ലേ നമുക്ക് ഈ ഒരു സെമസ്റ്റർ എക്സാമിനേക്ക്. അത്രേ വേണ്ടൂ. പിന്നെ കുറച്ച് ഗ്രാമറും നമുക്ക് എടുക്കാനുണ്ട്. എടുത്തതിൽ കുറച്ച് നമ്മൾ എടുത്തു, ഏകദേശം നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നിപ്പോ 7ാമത്തെ പാഠമല്ലേ നമ്മൾ എടുത്തത്. അപ്പൊ 2 പാഠവും കൂടി നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി എടുക്കാനുള്ളതാണ്. എത്ര വരെ പോകുന്ന അറിയില്ല, നോക്കാം അല്ലെ. നമുക്ക് കുറച്ച് ക്ലാസ് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് കുറച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ 9ാമത്തെ പാഠം വരെയുള്ള 9 പാഠം, അതായത് വൈക്കം കായല് എന്ന പാഠം വരെയാണ് നമുക്ക് സെമസ്റ്റർ എക്സാമിന് വേണ്ടത്. ശരിക്ക് കൃത്യമായി പോയാലും നമുക്ക് പോവാവുന്നത്ര. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഗ്രാമർ കുറച്ചുകൂടി എടുക്കാനുണ്ട്, അതെടുക്കാം. അപ്പൊ ഈ ഒരു എക്സാമിനേക്ക് നിങ്ങൾ അത്രയും ഭാഗം പ്രിപ്പയർ ചെയ്യണം കേട്ടോ. നല്ലതുപോലെ പഠിച്ചിട്ട് തന്നെ എക്സാം എഴുതണേ. ഇത് എഴുത്ത് പരീക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ പോലത്തെ എക്സാം അല്ല, ഗൂഗിൾ ഫോമിലല്ല. സെമസ്റ്റർ എക്സാം എങ്ങനെയാ, റിട്ടേൺ എക്സാം ആണ്. അതുകൊണ്ട് നിങ്ങൾ എഴുതാനും കൂടി പഠിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എഴുതാൻ അറിയില്ലെങ്കിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതാനും കൂടി അത് പഠിക്കണം. കുറെ പേർക്ക് ഇപ്പൊ നല്ലതുപോലെ ആൻസർ അറിയായിരിക്കും, പക്ഷെ അത് എഴുതി എങ്ങനെയാ ഫലിപ്പിക്കാനാവില്ല. അതുകൊണ്ടാ പറയുന്നത് അത് എഴുതാൻ പഠിക്കണം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ്, അക്ഷരമാലയെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് വാക്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര തരത്തിൽ വാക്യം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അതിൽ ആഖ്യാതം പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നാമം, ക്രിയ, വിശേഷണം ഇത് പറയുമ്പോഴാണ് നമുക്ക് അന്ന് ക്ലാസ് കഴിഞ്ഞത് അല്ലെ. അപ്പൊ എന്താണ് നാമം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാമം എന്നാൽ എന്ത്, എന്താണ് നാമം? നൗൺ. വാട്ട് ഈസ് നൗൺ? സാധനങ്ങളുടെ, വസ്തുക്കളുടെ, ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന പദമാണ് നാമം അല്ലെ. പേരിനെ കുറിക്കുന്ന പദമാണ് നാമം. നാമം എന്നതിന്റെ നിർവചനം അങ്ങനെയാണ്. എന്ത്, ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്ന പദത്തിനാണ് എന്ത്, നാമം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഉദാഹരണം എങ്ങനെയാ, സ്ഥലം എങ്ങനെയാ പറയുന്നത്? നമ്മ സ്ഥലം പാടിച്ചാൽ അല്ലെങ്കിൽ പാടിയോട്ടിച്ചാൽ, അല്ലെങ്കിൽ എന്നാ പേര് പറയുകയാണെങ്കിൽ ആരെങ്കിലും അല്ലെ, മുഹമ്മദ് സിനാൻ ഒക്കെ പറയുന്നില്ലേ നമ്മള്. അത് അങ്ങനെയാണ്, എക്സാമ്പിൾ ആണ് അതിന് പറഞ്ഞത് കേട്ടോ. അപ്പൊ നാമം. നെക്സ്റ്റ് ക്രിയ അല്ലെ. എന്താണ്, കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്, ക്രിയ. ക്രിയ എന്ന് പറഞ്ഞാല് വേർബ്, ക്രിയ അല്ലെ. പിന്നെ വിശേഷണം, അതായത് ഇപ്പൊ ഒരു കർത്താവ്, ഒരു വാക്യത്തിൽ ഉണ്ടാവുന്ന കർത്താവിനെ വിശേഷിപ്പിക്കും. എന്ത്, ഇപ്പം എന്താണ്, നല്ല സുന്ദരനായ കുട്ടിയായിരുന്നു, അല്ലെങ്കിൽ അവന് എന്താ പറയലുണ്ട്, കറുത്ത തലമുടി, അങ്ങനെല്ലാം പറയാറുണ്ടല്ലോ. ഓരോരോ കാര്യത്തിന് അവൻ വിശേഷിപ്പിക്കും. അതിനാണ് എന്ത്, വിശേഷണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കത് വായിക്കാം, ശ്രദ്ധിക്കാം. ഓക്കെ, പേജ് നമ്പർ 75 ആണ് മിസ് പറയുന്നത്. നാമം, ക്രിയ, വിശേഷണം. നാമം, ക്രിയ, വിശേഷണം. അപ്പൊ നിങ്ങൾ ഈ ഗ്രാമർ പോർഷൻ അവഗണിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് അങ്ങോളം വലിയ ക്ലാസ്സിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പഠിക്കണം, ശ്രദ്ധിച്ചിരുന്ന് പിന്നെ പഠിക്കണം. അപ്പൊ ഒന്ന് നോക്കാം, വായിക്കാം. ലോകത്ത് നിരവധി വസ്തുക്കൾ ഉണ്ടല്ലോ. അവയെ
ഒറ്റയ്ക്കും ഇനം ചേർത്തും വിളിക്കുന്ന പേരുകൾക്കാണ് നാമം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഒരു സ്ഥലത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ പേരിനെ കുറിക്കുന്ന പദമാണ് നാമം എന്ന്, അല്ലെ? എക്സാമ്പിൾ പറയുന്നുണ്ട്, രാമൻ, ഇന്ത്യ, ഹിമാലയം, ഗംഗ, മനുഷ്യൻ, രാജ്യം, മല, പുഴ എന്നിവയെല്ലാം നാമങ്ങളാണ്, അല്ലെ? ഒരു സ്ഥലത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ ഒക്കെ പേരിനെ കുറിക്കുന്ന പദമാണിത്. അതുകൊണ്ട് തന്നെ അതിന് നാമം എന്ന് പറയും. ഓക്കെ. മേൽപ്പറഞ്ഞ വസ്തുക്കളെല്ലാം ഒന്നുകിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാവും, അല്ലെ? രാമൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുകയാവും, അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിലാവും. ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ അവസ്ഥയെ ക്രിയ എന്ന് പറയുന്നു, അല്ലെ? ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ അവസ്ഥയെ എന്ത് പറയുന്നു? ക്രിയ എന്ന് പറയുന്നു. ക്രിയ അല്ലെങ്കിൽ വേർഡ്. ഓക്കെ. അപ്പൊ എന്താണ്? കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ. ചുരുക്കത്തിൽ പറഞ്ഞാൽ കർത്താവ് എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതാണ് ക്രിയ. അപ്പൊ രാമൻ വരുന്നു, രാമൻ എന്താ ചെയ്യുന്നേ? വരുന്നുണ്ട്, അല്ലേ? ഓക്കെ, അതാണ് പറഞ്ഞത്, രാമൻ വരുന്നു. അതിൽ ക്രിയ ഏതാ മക്കളെ? വരുന്നു. നെക്സ്റ്റ് വൺ എന്താണ്? ഇന്ത്യ ഒരു രാജ്യമാകുന്നു. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, അല്ലെ? രാജ്യമാകുന്നു. ഒരു ആദ്യം പറഞ്ഞിട്ടുണ്ട്, മേൽപ്പറഞ്ഞ വസ്തുക്കളെല്ലാം ഒന്നുകിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിലോ എന്തെങ്കിലും അവസ്ഥയിലാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്ത്യ ഒരു രാജ്യമാകുന്നു എന്നതാണ് അവിടുത്തെ ക്രിയ, അല്ലെ? ഗംഗ ഒഴുകുന്നു. ഗംഗ ഏതാണ്? നദി, അല്ലെ? ഒഴുകുന്നു, അതാണ് അവിടുത്തെ ക്രിയ. ഹിമാലയം ഇന്ത്യയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നു, അല്ലെ? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അടിവരയിട്ട പദങ്ങളെല്ലാം എന്താണ്? ക്രിയകളാണ്. വായിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല? എവിടെയാന്ന് വായിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആരെങ്കിലും കാണാത്തവരുണ്ടോ? ഓക്കെ. അപ്പൊ ഗംഗ ഒഴുകുന്നു, ഹിമാലയം ഇന്ത്യയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നു, അടിവരയിട്ട പദങ്ങളെല്ലാം ക്രിയകളാണ്. മേൽപ്പറഞ്ഞ നാമങ്ങൾക്കും ക്രിയകൾക്കും ചേർക്കുന്ന വിശേഷതകൾക്കാണ് വിശേഷണം എന്ന് പറയുന്നത്, അല്ലെ? ഈ മേൽപ്പറഞ്ഞ നാമങ്ങൾക്കും ക്രിയകൾക്കും ഉള്ള വിശേഷതകൾ ഉണ്ടാവും, ഓരോ പ്രത്യേകതകൾ പറയും. അതിനാണ് വിശേഷണം എന്ന് പറയുന്നത്. അപ്പൊ നാമം, ക്രിയ, വിശേഷണം, ഈ 3 കാര്യങ്ങൾക്കും നിർവചനം പറഞ്ഞിട്ടുണ്ട്. ശക്തനായ രാമൻ എങ്ങനെയുള്ളവനാണ്? ശക്തനാണ്. അതാണ് അതിലത്തെ എന്ത്? വിശേഷണം. അതാണ് അതിലത്തെ വിശേഷണം. നെക്സ്റ്റ്, വേഗത്തിൽ വരുന്നു. അതെന്താ? വിശേഷണമാണ്. വേഗത്തിലല്ലേ? വേഗത്തിലാണ് വരുന്നത്, അപ്പോ വിശേഷണം. ഉയർന്ന ഹിമാലയം ശത്രുക്കൾക്ക് തടസ്സമായി സ്ഥിതി ചെയ്യുന്നു. അടിവരയിട്ട പദങ്ങൾ വിശേഷണങ്ങളാണ്. അപ്പോ ഉയർന്ന എന്നതും തടസ്സമായി എന്നതും അതിലത്തെ വിശേഷണമാണ്, അല്ലെ? ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഒരു വാക്കിൽ നിന്ന് ഏതാണ് വിശേഷണം, ഏതാണ് ക്രിയ, ഏതാണ് അതിലത്തെ കർത്താവ് നിങ്ങൾക്ക് അറിയാലോ? നാമം അറിയാലോ? ഒരു വാക്യം തന്നെ അറിയോ? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതാണ് ക്രിയ, ഏതാണ് വിശേഷണം എന്ന്? ഞാൻ പറയട്ടെ? അപ്പൊ നിങ്ങൾ പറയോ? ബുദ്ധിമാനായ അലൻ സാജ് ഇപ്പോ പഠിക്കുകയാണ് എന്നാണ് മിസ് പറഞ്ഞ വാക്യം, അല്ലെ? അപ്പൊ ഏതാണ് അതിലത്തെ ക്രിയ? പഠിക്കുകയാണ്, അല്ലെ? അതാണ് അതിലത്തെ ക്രിയ. നെക്സ്റ്റ്, വിശേഷണം ഏതാണ്? ബുദ്ധിമാനായ എന്നതാണ് വിശേഷണം. അപ്പൊ അതിലത്തെ നാമം ഏതാ? അലൻ സാജ്, അല്ലെ? ഓക്കെ. അപ്പൊ അലൻ സാജ് ബുദ്ധിമാനാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ എന്ത്? അലൻ സാജ് ആരായിരുന്നു? ബുദ്ധിമാനാണ്. അതാണ് അതിലത്തെ വിശേഷണം. നെക്സ്റ്റ്, എന്താണ് അലൻ സാജ് ചെയ്തുകൊണ്ടിരുന്നത്? അങ്ങനെ ചോദിച്ചാൽ മതി. എന്താ ചെയ്തുകൊണ്ടിരുന്നത് ചോദിക്കുമ്പോ അതിന്റെ ക്രിയ കിട്ടും. എന്ത്? പഠിക്കുകയാണ്. അപ്പൊ മനസ്സിലായോ? ഒരു വാക്യം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയാണ് ക്രിയയും പിന്നെ വിശേഷണവും കണ്ടുപിടിക്കുവാന്ന് മനസ്സിലായില്ലേ? ലിംഗം. അടുത്ത എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ലിംഗം. ഓക്കെ. വസ്തുക്കളെ അല്ലെങ്കിൽ നാമങ്ങളെ എന്ത്
ആണ് പെണ്ണ് ആ രണ്ട് വർഗത്തിലും പെടാത്തത് എന്ന് തിരിക്കുന്നതാണ് ലിംഗം. രാമൻ, അധ്യാപകൻ എന്നിവ പുല്ലിംഗങ്ങളാണ് അല്ലെ. പുല്ലിംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാക്കെ? രാമൻ, അധ്യാപകൻ. ഇനി സീത, അധ്യാപിക എന്നാണെങ്കിലോ ഏതാ അത്? പുല്ലിംഗങ്ങൾ, സ്ത്രീലിംഗങ്ങൾ. ഓക്കെ, വെരി ഗുഡ്, സ്ത്രീലിംഗങ്ങൾ. അപ്പോ രാമൻ, അധ്യാപകൻ എന്നിവ പുല്ലിംഗങ്ങളാണ്. സീത, അധ്യാപിക എന്നിവ സ്ത്രീലിംഗങ്ങളാണ്. കല്ല്, മരം എന്നിവ നപുംസകങ്ങളും. ഇതിൽ രണ്ടിലും പെടാത്തവയാണ് ഏത്? കല്ല്, മണ്ണ്, അതൊക്കെ വരുന്നത് അല്ലെ. ഓക്കെ, മരം എന്നിവ. മനുഷ്യനൊഴിച്ചുള്ള ജന്തുക്കളിൽ ഏതാനും ചിലതിനു മാത്രമേ ആൺ പെൺ ഭേദം പരിഗണിക്കാറുള്ളൂ. ആൺപെൺ വ്യത്യാസം കാണിക്കാൻ ഭാഷയിൽ പ്രത്യേക പദങ്ങൾ തന്നെ ഉണ്ട് അല്ലെ. ഭാഷയിലെ ആൺ പെൺ എന്ന വ്യത്യാസം കാണിക്കാൻ പ്രത്യേക പദങ്ങൾ തന്നെ ഉണ്ട് അല്ലെ. അതാണ് അധ്യാപകൻ, അധ്യാപിക. അപ്പൊ നെക്സ്റ്റ് കുറെ എക്സാമ്പിൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഉദാഹരണം അവിടെ പറയുന്നുണ്ട്, പുല്ലിംഗം സ്ത്രീലിംഗം എന്ന് ഹെഡിങ് ഉണ്ട്. അപ്പൊ അതിന് താഴെ അച്ഛൻ, അച്ഛന്റെ സ്ത്രീലിംഗം എന്താ? അമ്മ. 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 അണ്ണൻ, അപ്പൻ. അക്കൻ അല്ലെ. അണ്ണൻ, അക്ക എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ ചേച്ചിമാരെ, അതാ പറഞ്ഞ. രാജാവ്, രാജ്ഞി. നെക്സ്റ്റ് ഭർത്താവ്, ഭാര്യ. വിദ്വാൻ, വിദ്വാൻ, വിദുഷി. വിദ്വാൻ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? അർത്ഥം എന്താ വിദ്വാൻ? അറിവുള്ളവൻ. വിദ്വാൻ, വിദുഷി, അറിവുള്ളവൾ അല്ലെ. നെക്സ്റ്റ് കൊമ്പൻ, പൂവൻ, പൂവൻ കോഴി, പിടക്കോഴി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഓക്കെ. അമ്മാവനാണെങ്കിലോ? അമ്മായി. അമ്മായി. ഓക്കെ, അമ്മാവി എന്ന് പറയുന്നവരുണ്ട്, അമ്മായി എന്ന് പറയുന്നവരും ഉണ്ട്. അങ്കിൾ, ആന്റി എന്ന് പറയുന്നില്ലേ നമ്മള്, അത് തന്നെ. ഓക്കെ. അപ്പോ പിന്നെ എന്താ? ചേട്ടനാണെങ്കിലോ? സഹോദരനാണെങ്കിലോ? ചേച്ചി. സഹോദരൻ, സഹോദരി. ഓക്കെ, സഹോദരൻ, സഹോദരി അല്ലേ. അതാണ് ആൺ പെൺ വ്യത്യാസം. അപ്പൊ അനുജൻ, അനുജത്തി. ഓക്കെ, ബ്രദർ, സിസ്റ്റർ അല്ലെ. ഇംഗ്ലീഷ് പറയുമ്പോ ബ്രദർ, സിസ്റ്റർ, സഹോദരൻ, സഹോദരി. ഓക്കെ. അപ്പൊ നെക്സ്റ്റ്, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നാമം, ക്രിയ, വിശേഷണം അല്ലെ. ഇപ്പൊ എന്ത് പഠിച്ചു? അതിന് ശേഷം ലിംഗം അല്ലെ. ഏതൊക്കെ ലിംഗങ്ങളാ? സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം അല്ലെ. സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം. അതായത് ആണ് പെണ്ണ് ഇതിൽ രണ്ടിലും പെടാത്തത് അല്ലേ. ഓക്കെ. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു. ക്ലിയർ ആണല്ലോ അത്രയും? വചനം. നേരത്തെ നമ്മള് വാക്യം പഠിച്ചിട്ടുണ്ട്. എന്താണ് വാക്യത്തിന് നിർവചനം? നോക്കാതെ പറഞ്ഞ ആരെങ്കിലും? ആർക്കറിയാം? നോക്കാതെ. വാക്യം എന്നാൽ എന്ത്? അറിയില്ല, ആരും പഠിച്ചിട്ടില്ല. നോക്കുന്ന സമയമാണ് ഇപ്പൊ പോകുന്നത് അല്ലെ. നിഹാലെ ചിരിക്കെ നോക്കുന്നുണ്ട് വിഷയം അല്ലെ. ആർക്കറിയാം വാക്യം എന്നാൽ എന്ത്? ഞാൻ പറയട്ടെ. ഒന്നിൽ കൂടുതൽ. വിചാരങ്ങളെ അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റമാണ് വാക്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? വാക്യം എന്നാൽ എന്ത്? വാക്യത്തിന് രണ്ട് എക്സാമ്പിൾ എഴുതുവാന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതണം. അപ്പൊ വാക്യം എന്നാൽ എന്ത്? വിചാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ അന്യരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ അടുക്ക് പറഞ്ഞ ക്രമത്തിൽ പറയുന്ന വാക്കിൻ പറ്റമാണ് വാക്യം. എന്തിനാ ഈ അടുക്കിനെന്ന് സൂക്ഷിച്ചതെന്ന് അറിയോ? ഇങ്ങനെ ചറപറ പറഞ്ഞ ഒരു വാക്യാവില്ല അല്ലെ. രാമൻ രാവണനെ കൊന്നു അല്ലെ. കൊന്നു രാമൻ രാവണൻ അങ്ങനെ പറഞ്ഞാ മതിയോ? എന്നാ ഒരു വാക്യാവോ? ഇല്ല, അത് അടുക്കിന് പറയണം. അപ്പൊ എങ്ങനെ പറയണം? രാമൻ രാവണനെ കൊന്നു തന്നെ പറയണം അല്ലെ. കൊന്നു ഇങ്ങനെ കഷ്ണത്തിൽ പറഞ്ഞാൽ കിട്ടില്ല ആരാന്ന്. അപ്പൊ രാമൻ രാവണനെ കൊന്നു അങ്ങനെ പറയണമെങ്കിൽ എന്ത് പറയണം? അടുക്കിന് പറയുന്ന ക്രമത്തിൽ തന്നെ പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്? നമ്മുടെ വിചാരങ്ങള് അന്യരെ അറിയിക്കാൻ വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റമാണ് വാക്യം. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു വാക്യം ഉണ്ടാക്കാൻ പ്രശ്നമില്ല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു വാക്യം പറഞ്ഞു എന്നോട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമായത്.
ജസ്റ്റ് ഒരു വാക്യം എന്നോട് പറഞ്ഞ ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വാക്യത്തിനൊരു എക്സാമ്പിള്. ഇത്രയും പഠിച്ചിട്ട് രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമന് സീത ആരാന്നറിയില്ലെങ്കിൽ പിന്നെ എന്താണ്? ഞാൻ പള്ളിയിൽ പോകുകയാണ്. ഞാൻ പള്ളിയിൽ പോവുകയാണ്. ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? സേറ റോസ് ഇപ്പോ മലയാളം ക്ലാസ്സിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്യാണ് അല്ലേ? ഓക്കെ. അപ്പൊ വാക്യം എന്നതിന്റെ നിർവചനം മറക്കാൻ പാടില്ല, പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മളിപ്പം പഠിച്ചത്, ഇന്നലെ നമ്മൾ വാക്യം പഠിച്ചു. ഇന്ന് ഇനി എന്താ പഠിക്കാൻ പോകുന്നത് അറിയോ? വചനം. വചനം. ഓക്കെ. വചനം എന്നാൽ എന്ത്? എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. വാക്യം എന്നാൽ എന്ത്? കൂടുതൽ വരുന്നത്. ഓക്കെ. എന്താ വചനത്തിന് നിർവചനം? എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം. അല്ലെ? എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ, നാമം നമ്മൾ പഠിച്ചു എന്ത്? ഒരു സ്ഥലത്തിന്റെയോ ഒരു എന്താണ്, ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന പദമാണ് നാമം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് എന്ത്? വചനം. അല്ലെ? ഒന്ന്, പലത് എന്ന് 2 തരത്തിലെ മലയാളത്തിൽ നാമങ്ങളെ വിഭജിക്കുന്നുള്ളൂ. ഏതൊക്കെയാ അത്? അധ്യാപകൻ, അധ്യാപകർ. മനസ്സിലായോ നമുക്ക്? ബഹുവചനം, ഏകവചനം, ബഹുവചനം പഠിച്ചിട്ടുണ്ട് നിങ്ങള്? ഓക്കെ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താ? അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഒരാളാണ് അല്ലെ അധ്യാപകൻ. അധ്യാപകർ എന്ന് പറഞ്ഞാലോ കുട്ടി എന്ന് പറഞ്ഞതിന്റെ എന്തായിരിക്കും അന്നേരം? കുട്ടികൾ. നെക്സ്റ്റ് സ്ത്രീ, ഞാൻ, അവൻ, അത്, അവ, നിങ്ങൾ, നീ, നിങ്ങൾ. ഓക്കെ. എന്താണ് അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? നമ്മൾ. ഒരാള് ദേവാഞ്ജന മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരാളാവുമ്പോ ഞാൻ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി എങ്ങനെയാ പറയണ്ടേ? നമ്മൾ. ഓക്കെ. നമ്മൾ, ഞാൻ, നമ്മൾ. അപ്പൊ ഇതെന്താണ്? വചനം എന്നാൽ എന്താണ്? എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം. അണ്ടർലൈൻ ചെയ്യണേ. എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം. വചനം ഒന്ന്, പലത് എന്ന് 2 തരത്തിലെ മലയാളത്തിലുള്ളൂ. നാമങ്ങളെ നമ്മൾ വിഭജിക്കുന്നുള്ളൂ. അപ്പോ അധ്യാപകൻ, എക്സാമ്പിൾ അധ്യാപകൻ, അധ്യാപകർ, ഞാൻ, നമ്മൾ, സ്ത്രീ, സ്ത്രീകൾ, നീ, നിങ്ങൾ, അവൻ, അവർ, അത്, അവ. ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുന്നെങ്കിൽ നല്ലത് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് നല്ലതുപോലെ പഠിക്കണേ. ടെക്സ്റ്റ് തന്നെ ഇവിടെ തന്നെ ഉണ്ട്, എഴുതിയെടുക്കണമെന്നില്ല. പക്ഷെ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ വചനം എന്നാൽ എന്ത്? ഒന്നിൽ കൂടുതലുള്ളത്. അതെ. അതിനെന്താണ് നിർവചനം? എങ്ങനെയാ? എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെയാണ് വചനം. അപ്പൊ വചനത്തിൽ എങ്ങനെയാ പറയാ? ഒന്ന്, പലത് എന്ന് 2 തരത്തിലാണ് നാമങ്ങള് വിഭജിക്കുന്നത് അല്ലെ? അപ്പൊ അതിനാണ് എക്സാമ്പിള് അധ്യാപകൻ, അധ്യാപകർ, അങ്ങനെ താഴെ ഉണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. നെക്സ്റ്റ് ഇത്രേ വേണ്ടു. നാമം വരെ മതി തോന്നുന്നു. അപ്പൊ നാമം വരെയുള്ളത് മതി അല്ലേ? അവിടെ അടയാളപ്പെടുത്തി വെച്ചോട്ടോ നമ്മ പഠിച്ച ഭാഗങ്ങള്. അപ്പൊ ഇതുവരെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിന് പഠിക്കണം. അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരുവേ. ഓക്കെ. അപ്പൊ അത്ര വരെയാണ് നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളത്. അതില് ഒന്ന് വായിച്ച് നമ്മൾ ഇന്നെടുത്ത ഭാഗം. ആരാ വായിക്കുന്നേന്ന്? ആരാണ്? ഞാൻ അവിടുന്ന് കൈപോക്കുന്നുണ്ടേ. ഫാത്തിമനെ ഞാൻ വല്ലപ്പോഴും കിട്ടലേ ഇല്ലു. ഫാത്തിമ ഒന്ന് വായിച്ചേ. ഫാത്തിമ
ദേവാഞ്ജന അവിടെ എന്താ പരിപാടി? വായിച്ചോ ഫാത്തിമ. എവിടം വരെ ആയിരുന്നു ഇപ്പൊ നമ്മള് പഠിച്ചത്? എവിടുന്ന് മുതലായിരുന്നു? മിസ് ഞാൻ വായിക്കാം. നാമം, ക്രിയ, വിശേഷണം, പേജ് നമ്പർ 75. നാമം, ക്രിയാവിശേഷണം. ലോകത്ത് നിരവധി വാക്കുകൾ ഉണ്ടല്ലോ. അവയെ ഒറ്റയ്ക്ക് ഇന്നും ഏറ്റേക്കും ഇനം ചേർത്ത് വിളിക്കുന്ന പേരുകൾക്കാണ് നാമം എന്ന് പറയുന്നത്. രാമൻ, ഇന്ത്യ, ഹിമാലയം, ഗംഗ, മനുഷ്യൻ, രാജ്യം, മല, പുഴ എന്നിവയെല്ലാം നാമങ്ങളാണ്. മേൽ പറയുന്ന വസ്തുക്കളെല്ലാം ഒന്നെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കയാവും, അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിലാവും. ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ അവസ്ഥയെ ക്രിയ എന്ന് പറയുന്നത്. രാമൻ വരുന്നു, ഇന്ത്യ ഒരു രാജ്യമാകുന്നു, ഗംഗ ഒഴുകുന്നു, ഹിമാലയം ഇന്ത്യയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നു. അടിവരയിട്ട പദങ്ങളെല്ലാം ക്രിയകളാണ്. മേൽ പറഞ്ഞ നമ്മൾക്കും ക്രിയകൾക്കും ചേർന്ന് വിശേഷതകൾക്കാണ് വിശേഷണം എന്ന് പറയുന്നത്. ശക്തനായ രാമൻ വേഗത്തിൽ വരുന്നു. ഉയർന്ന ഹിമാലയം ശത്രുക്കൾക്ക് തടസ്സമായി സ്ഥിതി ചെയ്യുന്നു. അടിവരയിട്ട പദങ്ങൾ വിശേഷണങ്ങളാണ്. മിസ് ഞാൻ വായിക്കാം. മിസ് ഞാൻ വായിക്കാം. മിസ് ഞാൻ വായിക്കാം. വായിപ്പിക്കാം ഞാൻ. സിനാൻ എവിടെ? ആ രണ്ട് വർഗത്തിലും പെടാത്തത് പോയോ സിനാൻ? പെടാത്തത് എന്നു തിരിക്കുന്നതാണ്. രാമൻ അധ്യാപകനാണ് ലിംഗം. രാമൻ അധ്യാപകർ എന്നിവ പുല്ലിംഗങ്ങളാണ്. സീത അധ്യാപിക എന്നിവ സ്ത്രീലിംഗങ്ങളാണ്. കല്ല്, മരം എന്നിവ നപുംസകങ്ങളാണ്. മനുഷ്യനൊഴിച്ചുള്ള ജന്തുക്കളിൽ ഏതാനും ചിലരിന്നു മാത്രമേ ആൺ പെൺ ഭേദം ഗണിക്കാറുള്ളൂ. ആൺ പെൺ വ്യത്യാസം കാണിക്കാൻ ഭാഷയിൽ പ്രത്യേക പദങ്ങൾ തന്നെയുണ്ട്. ഉദാഹരണം: പുല്ലിംഗം, സ്ത്രീലിംഗം. അച്ഛൻ, അമ്മ. അണ്ണൻ, അക്കൻ. രാജാവ്, രാണി. ഭർത്താവ്, ഭാര്യ. വിദ്വാൻ, വിദുഷി. പൂവൻ. ഓക്കെ സിനാൻ. മിസ് ഞാൻ വായിക്കാം. ദേവാഞ്ജന. വചനം. എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിഭജിക്കുന്ന രീതിയാണ് വചനം. ഒന്ന് പല കേൾക്കുന്നില്ല. വായിക്കണ്ടേ? ഓക്കെ, വായിച്ചു കഴിഞ്ഞോ വചനം? യെസ്, ഓക്കെ. മിസ് എടുത്ത് ഞാൻ വായിക്കാം. അപ്പൊ അതുവരെയാണ് വായിക്കേണ്ടത്. ഇനി ആർക്കാ വായിക്കാനുള്ളത്? ആരൊക്കെയാന്ന് എന്നോട് പറയുന്നത്? ഇപ്പൊ ഒന്ന് അമേയ, ഒന്ന് സ്റ്റെഫി,
അൽന അഗസ്റ്റിൻ. നെക്സ്റ്റ് ആരാ? ദേവപ്രിയ. ഞാൻ. ആണ് അല്ലേ? അപ്പൊ അതില് ഷെഫി ഫസ്റ്റ്. ഒന്നുകൂടി വായിച്ചോ. നാമം, ക്രിയ, വിശേഷണം. ലോകത്ത് നിരവധി വസ്തുക്കൾ ഉണ്ടല്ലോ. അവയെ ഒറ്റയ്ക്കും ഇനം ചേർത്ത് വിളിക്കുന്ന പേരുകൾക്കാണ് നാമം എന്ന് പറയുന്നത്. രാമൻ, ഇന്ത്യ, ഹിമാലയ, ഗംഗ, മനുഷ്യൻ, രാജ്യം, മല, പുഴ എന്നിവയെല്ലാം നാമമാണ്. മേൽ പറഞ്ഞ വസ്തുക്കളെല്ലാം ഒന്നെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കവയാവും, അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിലാവും. ആ പ്രവൃത്തിയെ അല്ലെങ്കിൽ അവസ്ഥയെ ക്രിയ എന്ന് പറയുന്നു. രാമൻ വരുന്നു. ഇന്ത്യ ഒരു രാജ്യമാകുന്നു. ഗംഗ ഒഴുകുന്നു. ഹിമാലയം ഇന്ത്യയുടെ വടക്കു സ്ഥിതി ചെയ്യുന്നു. അടിവരയിട്ടിട്ടുള്ള പദങ്ങളെല്ലാം ക്രിയകളാണ്. മേൽ പറഞ്ഞ നാമങ്ങൾക്കും ക്രിയകൾക്കും ചേർക്കുന്ന വിശേഷതകളാണ് വിശേഷണം എന്ന് പറയുന്നത്. ശക്തനായ രാമൻ വേഗത്തിൽ വരുന്നു. ഉയർന്ന ഹിമാലയം ശത്രുക്കൾക്ക് തടസ്സമായി സ്ഥിതി ചെയ്യുന്നു. അടിവരയിട്ട പദങ്ങൾ വിശേഷണമാണ്. ലിംഗം. ലിംഗം. വസ്തുക്കളെ നാമങ്ങളെ ആണ്, പെണ്ണ് ആ രണ്ടു വർഗത്തിലും പെടാത്തത് എന്നും തിരിക്കുന്നതാണ് ലിംഗം. രാമൻ, അധ്യാപകൻ എന്നിവ പുല്ലിംഗങ്ങളാണ്. സീത, അധ്യാപിക എന്നിവ സ്ത്രീലിംഗങ്ങളാണ്. കല്ല്, മരം എന്നിവ നപുംസകങ്ങളും. മനുഷ്യൻ ഒഴിച്ചുള്ള ജന്തുക്കളിൽ ഏതാനും ചിലതിനു മാത്രമേ ആൺ പെൺ ഭേദം പരിഗണിക്കുകയുള്ളൂ. ആൺ പെൺ വ്യത്യാസം കാണിക്കാൻ ഭാഷയിൽ പ്രത്യേക പദങ്ങൾ തന്നെ ഉണ്ട്. ഉദാഹരണം: പുല്ലിംഗം, സ്ത്രീലിംഗം. അച്ഛൻ, അമ്മ. അണ്ണൻ, അക്കൻ. രാജാവ്, രാജ്ഞി. ഭർത്താവ്, ഭാര്യ. വിദ്വാൻ, വിദുഷി. കൊമ്പൻ, പിടി. പൂവൻ, പിട. ഓക്കേ, നെക്സ്റ്റ് വചനം. അടുത്താരാ? ഞാൻ. മുഹമ്മദ് നിഹാൽ. നിഹാൽ വായിച്ചോ. വചനം. എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തെ വിരചിക്കുന്ന രീതിയാണ് വചനം. ഒന്ന് പരത് എന്നു രണ്ടു തരത്തിലെ മലയാളത്തിൽ നാമങ്ങളെ വിഭജിക്കുന്നുള്ളൂ. ഉദാഹരണം: അധ്യാപകൻ, അധ്യാപകർ. സ്ത്രീ, സ്ത്രീകൾ. ഞാൻ, നമ്മൾ. നീ, നിങ്ങൾ. അവൻ, നീ, നിങ്ങൾ. അവർ, അവൻ, അവർ. അത്, അവ. ഓക്കേ, മതി. അപ്പോ ഇത് നല്ലതുപോലെ വായിക്കണം. പിന്നെന്താണ്? എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ? ഇതെല്ലാവർക്കും ക്ലിയർ ആയോ ഭാഗം? ഓക്കെ, ഇനി ആർക്കാ രണ്ടുപേർക്ക് അത്യാവശ്യമായി വായിക്കണ്ട്? സമയമില്ല, 3 മിനിറ്റേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ വായിച്ചോ? നാമം, ക്രിയ, വിശേഷണം. ലോകത്ത് നിരവധി വസ്തുക്കൾ ഉണ്ടല്ലോ. അവയെ ഒറ്റയ്ക്കും ഇനം ചേർത്തും വിളിക്കുന്നു പേരുകൾക്കാണ് നാമം എന്ന് പറയുന്നത്. രാമൻ, ഇന്ത്യ, ഹിമാലയം, ഗംഗ, മനുഷ്യൻ, രാജ്യം, മല, പുഴ എന്നിവയെല്ലാം നാമങ്ങളാണ്.
മേൽ പറഞ്ഞ വസ്തുക്കളെല്ലാം ഒന്നെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാവും, അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിലാവും. ആ പ്രവൃത്തി അല്ലെങ്കിൽ അവസ്ഥയെ ക്രിയ എന്ന് പറയുന്നു. രാമൻ വരുന്നു. ഇന്ത്യ ഒരു രാജ്യമാകുന്നു. ഗംഗ ഒഴുകുന്നു. ഹിമാലയം ഇന്ത്യയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നു. അടിവരയിട്ട പദങ്ങളെല്ലാം ക്രിയകളാണ്. മേൽ പറഞ്ഞ നാമങ്ങളെല്ലാം ക്രിയകൾക്കും ചേർക്കുന്ന വിശേഷങ്ങൾക്ക് തന്നെ വിശേഷണം എന്ന് പറയുന്നത്. ശക്തനായ രാമൻ വേഗത്തിൽ വരുന്നു. ഉയർന്ന ഹിമാലയം ശത്രുക്കൾക്ക് തടസ്സമായി സ്ഥിതി ചെയ്യുന്നു. അടിവരയിട്ട പദങ്ങൾ വിശേഷങ്ങളാണ്. ഓക്കെ മോളെ. നെക്സ്റ്റ് ദേവപ്രിയ. ലിംഗം വസ്തുക്കളെ നാമങ്ങളെ ആണ്, പെണ്ണ് ആ രണ്ട് വർഗത്തിലും പെടാത്തത് എന്ന് തിരിക്കുന്നതാണ് ലിംഗം. രാമൻ, അധ്യാപകൻ എന്നിവ പുല്ലിംഗമാണ്. സീത, അധ്യാപിക എന്നിവ സ്ത്രീലിംഗമാണ്. കല്ല്, മരം എന്നിവ നപുംസകങ്ങളും. മനുഷ്യൻ ഒഴിച്ചുള്ള ജന്തുക്കളിൽ ഏതാനും ചിലതിനു മാത്രമേ ആൺ പെൺ ഭേദം പരിഗണിക്കാറുള്ളൂ. ആൺ പെൺ വ്യത്യാസം കാണിക്കാൻ ഭാഷയിൽ പ്രത്യേക പദങ്ങൾ തന്നെയുണ്ട്. ഉദാഹരണം: പുല്ലിംഗം, സ്ത്രീലിംഗം. അച്ഛൻ, അമ്മ, അണ്ണൻ, അക്കൻ, രാജാവ്, രാജ്ഞി, ഭർത്താവ്, ഭാര്യ, വിദ്വാൻ, വിദുഷി, കൊമ്പൻ, പിടി, പൂവൻ, പിട. ഓക്കെ. നെക്സ്റ്റ് വചനം. ഇനി ആരാ അടുത്തേ? കൃപാമേരി. കൃപാമേരി പോയോ? നെക്സ്റ്റ് വചനം. ക്രിസ്റ്റീസിൻഡോ വായിച്ചോ. എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടോ? എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാമത്തിൽ വിഭജിക്കുന്ന രീതിയാണ് വചനം. രീതിയാണ് വചനം എന്ന പല രണ്ടക്ഷരത്തിലെ മലയാളത്തിൽ നാമങ്ങൾ വിഭജിച്ചിരിക്കുന്നു. ഉദാഹരണം: അധ്യാപകൻ, അധ്യാപകർ, സ്ത്രീകൾ, ഞാൻ, നമ്മൾ, സ്ത്രീകൾ, ഞാൻ, നമ്മൾ, നീ, നിങ്ങൾ, അവൻ, അവർ, അത്, അവ. ഓക്കെ മക്കളെ, ബൈ. അപ്പൊ എല്ലാവരും താങ്ക് യു മിസ്. അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. താങ്ക് യു. ബൈ. അപ്പൊ നമ്മൾ ബൈ മിസ്. ബൈ.